ഹായ് ഫ്രണ്ട്സ്, വണ്ടി പിടിക്കാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചില വാഹനങ്ങളിലെ ഹിഡൻ ഫീച്ചറുകൾ കുറേ കൊടുക്കാറുണ്ട്. അതേമാതിരി തന്നെ ഒരു ചെറിയൊരു ഹിഡൻ ഫീച്ചറും അതേമാതിരി തന്നെ ചില വാഹനങ്ങളിൽ ആ ഹിഡൻ ഫീച്ചറിന് ചെറിയ വ്യത്യാസങ്ങളും വരാറുണ്ട്. അതേപോലെയുള്ള ഒരു വ്യത്യാസമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മറ്റൊന്നുമല്ല, ചില വാഹനങ്ങളിൽ നമുക്ക് റിമോട്ട് സ്റ്റാർട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിമോട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പല വിധമുണ്ട്. അതേമാതിരി തന്നെ ഒരു 2 വാഹനങ്ങൾ ഞാൻ ഇന്ന് കാണിച്ചു തരാം. ആ 2 വാഹനങ്ങളിലും കൊടുത്തിരിക്കുന്ന വ്യത്യാസം അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ കാണുന്ന ഒരു മെസറാട്ടിയാണ്. അപ്പോൾ മെസറാട്ടിയുടെ റിമോട്ടാണിത്. അപ്പോൾ ഈ റിമോട്ട് നമുക്ക് വാഹനത്തിൻ്റെ അകത്ത് ഉണ്ടായാൽ മാത്രം മതി. നമുക്ക് വാഹനത്തിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഈ സ്വിച്ചിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഹനം സ്റ്റാർട്ടാക്കാൻ സാധിക്കും. ഇതിപ്പോൾ കണ്ടല്ലോ, നമുക്ക് റിമോട്ടിന് വാഹനം സൈഡിൽ എവിടെയെങ്കിലും വെച്ചാലും മതി. ഇതിപ്പം വാഹനം നിലവിൽ സ്റ്റാർട്ടിംഗ് ആണ്. വേറെ വാണിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇനിയിപ്പം ഞാനിപ്പം അതല്ലാതെ നമുക്ക് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വെളിയിലിറങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഈ റിമോട്ടിൽ ഈ ഇൻഡു എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാർട്ടിൻ്റെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പ്രസ് ചെയ്ത് 2 ടൈംസ് കണ്ടിന്യൂസ്ലി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ടാവുന്നതാണ്. കണ്ടല്ലോ, ഇപ്പോൾ വാഹനം സ്റ്റാർട്ടിങ്ങിലാണ്. ഇനി വാഹനം ഇപ്പോഴും നിലവിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണുള്ളത്. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇപ്പം നിലവിൽ വണ്ടി സ്റ്റാർട്ടിംഗ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടല്ലോ, റിമോട്ട് സ്റ്റാർട്ട് ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വാഹനം ഇനി നമുക്ക് ഗിയറിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഗിയറിലോട്ട് പോകത്തില്ല. ഇത് കണ്ടല്ലോ, ഏത് ഗിയറിലോട്ടും ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ നമുക്ക് ഗിയർ ചേഞ്ച് ആവണമെങ്കിൽ നമുക്കിവിടെ ഈ സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് ഇഗ്നീഷൻ ഓൺ ചെയ്യണം. അപ്പോൾ ആ ഇഗ്നീഷൻ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിനി ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇതാണ് നോർമൽ നമ്മൾ കണ്ടുവരുന്ന എല്ലാ വാഹനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. മിക്ക ജർമ്മൻ അമേരിക്കൻ വാഹനങ്ങളിലെല്ലാം തന്നെ ഈ ഒരു സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇത് കൂടാതെ ഞാൻ ഇന്ന് ഒരു ലെക്സസിൽ ഇതേ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ റിമോട്ടിലുള്ള 2 തവണ പ്രസ് ചെയ്തിട്ട് മൂന്നാമത്തേത് കണ്ടിന്യൂസ്ലി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് കണ്ടല്ലോ, നിലവിൽ സ്റ്റാർട്ടിംഗ് ആണ്. റിമോട്ടിൽ ലോക്ക് ബട്ടൺ 2 തവണ പ്രസ് ചെയ്യുക, മൂന്നാമത്തെ കണ്ടിന്യൂസ്ലി പ്രസ് ചെയ്ത് പിടിക്കുക. പക്ഷേ ഇതിലെല്ലാം തന്നെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് നോർമലാണോ അതോ അബ്നോർമലാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേമാതിരി തന്നെ ഈ ഓപ്ഷൻ എത്ര വണ്ടികളിൽ ഇതേപോലെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് അതേമാതിരി തന്നെ 2 തവണ പ്രസ് ചെയ്തു, മൂന്നാമത്തേത് കണ്ടിന്യൂസ്ലി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടിംഗ് ആണ്. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല. ഈ വാഹനത്തിൻ്റെ ഡോർ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോകും. കണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ഡോറൊന്ന് ഓപ്പൺ ആക്കി അപ്പം തന്നെ ഓഫായിപ്പോയി. ഈ ഓപ്ഷൻ, ഇതേപോലെയുള്ള ഓപ്ഷൻ എത്ര വാഹനങ്ങളിൽ കൊടുത്തിട്ടുണ്ട്? അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഈ ജപ്പാനീസ് വണ്ടികളിൽ കൊടുത്തിട്ടുള്ളത്? നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക.